ഹലോ ഗൈസ്, വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. നമ്മളെ വീട്ടിൽ നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇടിയപ്പം എന്ന് പറയുന്നത്. പക്ഷേ ഇടിയപ്പത്തിൽ വെറൈറ്റി നോക്കിയാലോ, വേറെ ഒന്നുമല്ല, നല്ല പഴുത്ത ഒരു പഴം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ പുഴുങ്ങിയെടുത്തു കേട്ടോ. ശേഷം എന്ത് ചെയ്തു, ഇടിയപ്പത്തിന് ആവശ്യമായ മാവ് ഞാൻ കുഴച്ചെടുത്തു. അതിലേക്ക് ഈ പുഴുങ്ങിയ പഴം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഏകദേശം നമുക്ക് ഇടിയപ്പത്തിന് ആവശ്യമായ ഒരു തിക്ക് ലെവലിൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ രീതിയിലേക്ക് ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. ശേഷം ഇടിയപ്പം ഉണ്ടാക്കുന്ന നമ്മുടെ യന്ത്രത്തിലേക്ക് അതിനെ ഞാൻ ആ മാവ് ഒഴിച്ചു കേട്ടോ. ഞാൻ ഇടിയപ്പം വീട്ടിൽ പൊതുവെ ഉണ്ടാക്കാറ് ഇഡലി പാത്രത്തിലാണ്. അങ്ങനെ ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങയും കൂടി വിതറിക്കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്തു, അതിലേക്ക് ഇടിയപ്പം ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞൊരു പരീക്ഷണം ആയതുകൊണ്ട് തന്നെ കുറേ ഒന്നും ആക്കിയിട്ട് ഏകദേശം ഒരു 4-5 അത്ര മാത്രമേ ആക്കിയിട്ടു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് കിട്ടുന്ന സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ എന്ത് ഉണ്ടാക്കി കൊടുത്താലും ഒരു കുറ്റവും പറയാത്ത എൻ്റെ ഈ കുട്ടിയാണ് എൻ്റെ ഹീറോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുണ്ടാക്കാനും പ്രചോദനം തരുന്നത് എൻ്റെ ഈ കുട്ടിയാട്ടാ. സംഭവം അടിപൊളിയായിരുന്നു. ഈ കുട്ടിയും പറഞ്ഞു, ഞാനും